നമസ്കാരമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൂട്ടുകാരന്മാരെ. ഞാനിപ്പോൾ ഉള്ളത് റിനൈ മെഡിസിറ്റിയിലാണ്. ഇവിടെയാണ് നമ്മളുടെ ബഹുമാനപ്പെട്ട പി.ടി. തോമസ് സാറിൻ്റെ ഭാര്യ, പ്രിയപത്നി, പി.ടി. തോമസ് സാറിൻ്റെ പാതിയായിരുന്ന പ്രിയപത്നി ഉമ്മച്ചേച്ചി ഇവിടെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ജവഹർലാൽ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ വെച്ച് ഉമ്മച്ചേച്ചി താഴെ വീണു. തലക്ക് ഗുരുതരമായ പരിക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചെല്ലാം നമുക്കറിയാം. ഈ നമ്മളുടെ എറണാകുളം കോർപ്പറേഷൻ ചെയ്ത വൃത്തികേടും GCDA ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ചെയ്ത വൃത്തികേടും ഒറ്റൊരു കാരണത്താലാണ് നമ്മുടെ ഉമ്മച്ചേച്ചി ഇന്നിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നത്. ഒരു കാര്യം പറഞ്ഞുതരാം. ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ കുഴപ്പമില്ല. ഇനി കുഴപ്പമില്ലാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉമ്മച്ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഞങ്ങളെല്ലാം നെഞ്ചിലേറ്റുന്ന ഞങ്ങളുടെ സ്വന്തം പി.ടിയുടെ ഭാര്യയാണ്, പ്രിയ പത്നിയാണ്, പി.ടിയുടെ പാതിയാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലുള്ള ഓരോ കോൺഗ്രസ്സുകാരോടും നിങ്ങൾ അതിനുള്ള മറുപടി നിങ്ങൾ പറയേണ്ടി വരും. അത്രത്തോളം പോക്കൃത്തരം ആണ് നിങ്ങൾ കാണിച്ചത്. നിങ്ങളുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത്. ഓരോ ആളുകൾ ഇവിടെ വന്നിട്ട് ഒരുപാട് നാളുകളായിട്ട് അമേരിക്കയിലൊക്കെ കിടന്നേച്ച ആളുകൾ ഇവിടെ വന്നിട്ട് ഒരു ദിവസം കൊണ്ടിട്ട് കോടിക്കണക്കിന് രൂപ ഇവിടെയുള്ള ആളുകളെ, കേരളത്തിലുള്ള ആളുകളെ പറ്റിച്ചുകൊണ്ട് പോയതാണ്. എന്നിട്ടും അതെല്ലാം പോട്ടെ, അതിനൊന്നും നമുക്കൊരു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമില്ല. പക്ഷേ ഉമ്മച്ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കോർപ്പറേഷൻ അതിന് മറുപടി പറയേണ്ടി വരും. GCDA അതിന് മറുപടി പറയേണ്ടി വരും. സ്റ്റേറ്റ് ഗവൺമെൻറ് അതിന് മറുപടി പറയേണ്ടി വരും. ഇതെല്ലാം ഇവിടെയുള്ള എറണാകുളം ജില്ലയിലുള്ള ഓരോ കോൺഗ്രസ്സുകാരും നിങ്ങളെക്കൊണ്ട് മറുപടി പറയിപ്പിച്ചു കൊണ്ടിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ബൈ.